നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണം ചെയ്യും ജീവിതത്തിൽ. അച്ഛനമ്മമാർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടിയും ഇത് വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. നമുക്ക് ജോലി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ജോലി കിട്ടാൻ നിങ്ങൾക്കൊരു പുഷ്, അതായത് മുന്നോട്ട് നീങ്ങാൻ ഒരു ശക്തി നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ഇത് വളരെയധികം അനുഭവമുള്ള കാര്യമാണ്. അത് പരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഈ പറയുന്നത്. അത് നിങ്ങളും ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു ജോലി കിട്ടും. ആ മക്കൾ തന്നെ ഈ കാര്യം ചെയ്താണെങ്കിൽ ഏറ്റവും അത്യുത്തമം. നല്ലൊരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സിമ്പിളായ കർമ്മം ചെയ്യുന്നതിലൂടെ നല്ലൊരു ജോലി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി തീരും. യാതൊരു സംശയവും വേണ്ട. പൂർണ്ണമായും വിശ്വാസത്തോടെ കൂടി ഇത് ചെയ്യുക. എങ്ങനെ വെച്ചാൽ 33 ഷീറ്റ് ഫുൾ സ്കേപ്പ് പേപ്പർ എടുക്കണം. അതായത് 8.5 ഇൻറ്റു 13 ഇഞ്ചുള്ള പേപ്പർ. നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനറികളിൽ പോയി തിരക്കിയാൽ, ടൗണിൽ പോയി തിരക്കിയാൽ കിട്ടുള്ളൂ. അവിടെ കിട്ടിക്കഴിഞ്ഞ് നോക്കി മിക്ക സ്റ്റേഷനറി കടയിലും ഉണ്ടാവും. 8.5 ഇൻറ്റു 13 ഇഞ്ചുള്ള പേപ്പർ, അതായത് ഫുൾ സ്കേപ്പ് പേപ്പർ. A4 സൈസിനേക്കാൾ ഇച്ചിരി വലിയ പേപ്പറാണ്. ആ പേപ്പർ പോയി നിങ്ങൾ മേടിക്കണം. ആ പേപ്പർ മേടിച്ച് 33 ഷീറ്റ് പേപ്പർ മേടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ചുമര കളറുള്ള പേനയും മേടിക്കണം. ചുവന്ന മഷിയുള്ള പേന. അതേത് പേനയായാലും കുഴപ്പമില്ല, ചുവന്ന മഷിയുള്ള ആയിരിക്കണം. ആ പേപ്പർ മേടിച്ചിട്ട് അതിൻ്റെ ഇരുവശങ്ങളിലും നടുക്കുമായിട്ട് നമ്മുടെ ഇഷ്ടദേവത അതാരാണോ ആ ദേവതയുടെ നാമമന്ത്രം ആ ഇരുവശങ്ങളിലും നടുക്കുവാൻ നിങ്ങൾ എഴുതണം. അപ്പം എല്ലാവർക്കും പല ദേവതകളിലായിരിക്കും ഇഷ്ടം. ചിലർക്ക് ശ്രീകൃഷ്ണ ഭഗവാനെയായിരിക്കാം, ചിലർക്ക് മഹാദേവനെയായിരിക്കാം, ചിലർക്ക് ലക്ഷ്മി ദേവിയായിരിക്കാം, ചിലർക്ക് ദുർഗാദേവിയായിരിക്കാം, ചിലർക്ക് സരസ്വദേവിയായിരിക്കാം, ചിലർക്ക് സുബ്രഹ്മണ്യ സ്വാമിയായിരിക്കാം, ഗണപതി ഭഗവാനെയായിരിക്കാം. അങ്ങനെ ദേവതകൾ ഇഷ്ടമായ ദേവത അവർക്ക് എല്ലാവർക്കും പലതരത്തിലായിരിക്കും ഇഷ്ടം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ദേവതയുടെ മന്ത്രം ഈ പറയുന്ന പേപ്പറിൽ ഇരുവശങ്ങളിലായിട്ടും നടുക്കുമായിട്ട് എഴുതണം. ഇങ്ങനെ 33 ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ ചുമല മഷി കൊണ്ട് നിങ്ങൾ എഴുതുക. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത് ഓം ശ്രീകൃഷ്ണായ നമ, ഓം അല്ലെങ്കിൽ ഓം വിഷ്ണുവേ നമ, ഓം സുബ്രഹ്മണ്യായ നമ, അല്ലെങ്കിൽ ശിവന്റെ ആണെങ്കിൽ ഓം നമ ശിവായ, അല്ലെങ്കിൽ ദേവിയുടെ ആണെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ഇത് ഏറ്റവും ശക്തിയുക്തമായ മന്ത്രമാണ്. ഓം ലക്ഷ്മി ദേവി നമ, ഓം സരസ്വതി ദേവി നമ. അങ്ങനെ ഏത് നാമമന്ത്രവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമമന്ത്രം നിങ്ങൾ ഈ പറയുന്ന 33 ഷീറ്റ് പേപ്പറിൽ ഇരുവശങ്ങളിൽ നടുക്കുമായിട്ട് എഴുതണം. ആ പേപ്പർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടദേവത, അതായത് വിഷ്ണുവിൻ്റെ നാമമാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ നാമമാണ് എഴുതിയിട്ടുള്ളെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യൻ്റെ നാമമാണ് എഴുതിയിട്ടുള്ളെങ്കിൽ അടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ, ദേവിയുടെ നാമമാണെങ്കിൽ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ഈ പേപ്പർ കൊണ്ട് ഭഗവാന്റെ തിരുനടയിൽ കൊണ്ട് സമർപ്പിച്ച് നിങ്ങൾ മനസ്സർപ്പിച്ച് നിങ്ങൾ ഒരു 5 മിനിറ്റ് നേരം, അല്ലെങ്കിൽ ആ മന്ത്രം ഒരു 108 ഒരു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്കൊരു നല്ലൊരു ജോലി ലഭിച്ചു തരണേ, കിട്ടണേ, എല്ലാം അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു. ഇങ്ങനെ ശുദ്ധമായ മനസ്സോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു ജോലി ഭഗവാൻ കണ്ടെത്തിത്തരും. നിങ്ങൾ അതിന് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാര്യം കൂടെ ചെയ്യണം. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി, നല്ല സാലറി കിട്ടുന്ന ഒരു ജോലി, നിങ്ങൾക്ക് അനുകൂലമായ നല്ലൊരു ജോലി, നിങ്ങൾ എന്തുവരെ പഠിച്ചു ആ വിഷയത്തിന് അനുയോജ്യമായ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കും. കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിസ്സംശയം പറയാം, ഇത് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ
ചെയ്തു ശേഷം ഭഗവാന് ഈ പേപ്പർ അവിടെയുള്ള ആൾക്കാർ പ്രസാദം പൊതിയാനൊക്കെ ഉപയോഗിക്കുക. അത് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ആ പേപ്പർ തിരുനടയിൽ കൊണ്ട് സമർപ്പിച്ച് ആ തിരുനടയിൽ നിന്നുകൊണ്ട് 108 ഒരു ഭഗവാന്റെ നാമം അല്ലെങ്കിൽ ദേവിയുടെ നാമം, ഏത് ദേവൻ്റെയാണോ ആ നാമം ജപിക്കണം. ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള നാമം 108 ഒരു ജപിക്കണം. എന്നിട്ട് നിങ്ങൾ ജപിച്ച് പ്രദക്ഷിണം വച്ചിട്ട് പോരുക. ഇത് കുറഞ്ഞ 4 മാസത്തിനകം, കുറഞ്ഞത് 4 മാസം, ആ 4 മാസത്തിനകം നിങ്ങളുടെ ഉദ്ദിഷ്ടകാര്യലബ്ധി, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇത് ചെയ്ത് അനുഭവമുള്ള കാര്യമാണ് പറയുന്നത്. നീക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. നിങ്ങൾ ചെയ്യുക, ഉറപ്പായി നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ ഈ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് ബോക്സിൽ, ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അത് നിങ്ങളുടെ കടമയാണ്. കിട്ടിയാൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അത് എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ ഫീഡ്ബാക്ക് ആയാലും നല്ല എന്ത് പോരായ്മയായാലും നിങ്ങൾ ഇത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു സർവേശ്വരനോട്.